പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ പ്രസംഗത്തിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് പൗരോഹിത്യം എന്നുള്ളതാണ്. ആരാണ് പുരോഹിതൻ? പുരോഹിതന് ദൈവത്തിൻ്റെ തന്നെ സ്ഥാനമാണ് ഉള്ളത്. പുരോഹിതന് ദൈവത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉണ്ട്. നമ്മുടെ കർത്താവ് പുരോഹിതരോട് പറയുന്നുണ്ട്, പോകുവിൻ, എൻ്റെ പിതാവ് എന്നെ അയച്ച പോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങളെ ശ്രവിക്കുന്നവൻ എന്നെ ശ്രവിക്കുന്നു, നിങ്ങളെ നിന്ദിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എന്ന്. അതുകൊണ്ട് പുരോഹിതന് വളരെ അധികാരമുണ്ട്. പുരോഹിതന്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയാം. ഒന്നാമതായി, പുരോഹിതന് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട്. പുരോഹിതൻ നമ്മൾ കുമ്പസാരത്തിന് ചെല്ലുമ്പോൾ പുരോഹിതൻ പറയുന്നത്, ദൈവം നിങ്ങളുടെ പാപം മോചിക്കട്ടെ എന്നല്ല, ഞാൻ നിങ്ങളുടെ പാപം മോചിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പാപമോചനത്തിനുള്ള അധികാരം പുരോഹിതനുണ്ട്. മാലാഖമാരേക്കാൾ ശ്രേഷ്ഠനാണ് പുരോഹിതർ. കാരണം എന്ന് വെച്ചാൽ മാലാഖമാർക്ക് പാപം മോചിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പുരോഹിതന് പാപം മോചിക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ രണ്ടാമതായി, പുരോഹിതൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആരും തനിക്ക് തന്നെ വേണ്ടി പുരോഹിതനാവുന്നില്ല. തനിക്ക് വേണ്ടി മാത്രം ഒരു കുദാശയെ ഒരു പുരോഹിതൻ ചെയ്യുന്നില്ല. പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളവനാണ്. അതുകൊണ്ട് പുരോഹിതൻ ജനങ്ങൾക്ക് വേണ്ടി ഉള്ളവനാണ്. ഒരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 20 വർഷം ഒരിടവകയിൽ വൈദികൻ ഇല്ലാതിരുന്നാൽ അവിടുത്തെ ജനങ്ങൾ മൃഗങ്ങളെ ആരാധിക്കും എന്ന്. അതുപോലെ മറ്റൊരു വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരോഹിതനും ഒരു മാലാഖയും നടന്നു വരികയാണെങ്കിൽ ഞാൻ ആദ്യം പുരോഹിതന് സ്വസ്തി പറയും. എന്തുകൊണ്ടെന്നാൽ മാലാഖ ദൈവത്തിന്റെ സ്നേഹിതൻ മാത്രമേ ആവുന്നുള്ളൂ, പുരോഹിതൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്ന്. അതുപോലെ തന്നെ വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നുണ്ട്, മാതാവിൻ്റെയും വിസ്തൃതിയൊക്കെ തിരുശേഷിപ്പുകൾ തൊടിയിച്ചെടുക്കുന്ന പാനപാത്രത്തിലൊക്കെ തൊടിയിച്ചെടുക്കുന്ന വസ്തുക്കൾക്ക് വലിയ വില കൽപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ തിരുശരീരം അനുദിനം എടുത്തുയർത്തുന്ന പുരോഹിതന്റെ കൈകൾ എത്ര സംയോജ്യങ്ങളാണ് എന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുരോഹിതനെ ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാനും ഉപദ്രവിക്കാനും പാടില്ല. കർത്താവിന്റെ അഭിഷേകത്തിനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും എന്ന് ബൈബിൾ ചോദിക്കുന്നത്. കർത്താവിന്റെ അഭിഷേകം എന്ന് പറയുന്ന പുരോഹിതനും ആവാം, പ്രാർത്ഥനക്കാരും ആവാം. അഭിഷേകം പലർക്കും പല അളവിലാണല്ലോ. അപ്പൊ ആരാണ് അഭിഷേകത്തിന് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് പുരോഹിതരെയും പ്രാർത്ഥനക്കാരെയും ഒന്നും വിഷമിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പുരോഹിതന് വലിയ അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു വാക്കില്, പുരോഹിതന്റെ ഒരു വാക്കില് ഒരു അപ്പക്കഷ്ണം ദൈവമായിട്ട് മാറുകയാണ്. അത്ര ശക്തി പുരോഹിതനുണ്ട്. പുരോഹിതന്റെ അധികാരത്തെ പറ്റി പറയുമ്പോൾ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. പണ്ടൊക്കെ നെല്ല് വേച്ചിരുന്ന പാടത്ത് നെല്ല് വേച്ചിരിക്കുമ്പോൾ ഈ ചാഴിയുടെ ഉദരവും ഉണ്ടാവും. അന്നേരം എൻ്റെ അപ്പച്ചൻ ഒരു വൈദികനെ കൊണ്ടുവന്ന് ചാഴിയനെ കണ്ടെത്തി വിലക്കി. അപ്പൊ അങ്ങനെ വിലക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു മൂലയ്ക്ക് മാത്രം, കണ്ടത്തിന്റെ മൂലയ്ക്ക് മാത്രം വൈദികൻ വിലക്കിയില്ല. അപ്പൊ അപ്പച്ചൻ ചോദിച്ചു, അതിന് അവിടെ വിലക്കാത്ത അച്ചാന്ന് ചോദിച്ചപ്പോ പുരോഹിതൻ പറഞ്ഞു, അവിടെ അവര് തിന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചാഴികൾ തിന്നോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം അപ്പച്ചൻ അവിടെ പാടത്തി നിന്ന് നോക്കി കഴിഞ്ഞപ്പോ ഈ കണ്ടത്തിൽ ഒരിടത്തും ചാഴിയില്ല. ഈ വിലക്കാത്ത സ്ഥലത്ത് കണ്ടത്തിലെ മുഴുവൻ ചാഴികളും കൂട്ടമായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. അതാണ് പുരോഹിതന്റെ അധികാരം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കുർബാനയെ ചൊല്ലിയാണല്ലോ നമ്മളിപ്പോ തർക്കം നടത്തുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, കുർബാന അങ്ങോട്ട് തിരിഞ്ഞു ചെല്ലിയാലും ഇങ്ങോട്ട് തിരിഞ്ഞു ചെല്ലിയാലും കുർബാനയ്ക്ക് ഒരേ മൂല്യമാണ് എന്ന് മനസ്സിലാക്കുക. പണ്ട് ഒരു മാർപ്പാപ്പ പറഞ്ഞ പോലെ, സാത്താന്റെ പുക ഏതോ ഒരു വിള്ളലിലൂടെ സഭയിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത പ്രസംഗത്തിൽ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.